വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ. ഇപ്പം നമ്മൾ ഇതുവരെ എർത്തമാറ്റിക് മീൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോ ഡാറ്റയിലൊക്കെ ആയിരുന്നെങ്കിൽ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു summation I is equal to 1 to n xi divided by n എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ എർത്തമാറ്റിക് മീൻ കാണുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒബ്സർവേഷൻസ്, നമ്മൾ x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ ഇതുവരെ എല്ലാം നമ്മളെല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാവർക്കും തുല്യ പ്രാധാന്യമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, എർത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ചെയ്ത എല്ലാ കേസുകളിലും. അങ്ങനെ കണ്ടുപിടിക്കുന്ന എർത്തമാറ്റിക് മീനിനെ ശരിക്കും നമ്മൾ ആക്ച്വലി സിമ്പിൾ എർത്തമാറ്റിക് മീൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ കണ്ട എർത്തമാറ്റിക് മീൻ എല്ലാം സിമ്പിൾ എർത്തമാറ്റിക് മീനാണ്. അതായത് സിമ്പിൾ എർത്തമാറ്റിക് മീനിൽ എല്ലാ ഒബ്സർവേഷൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഉണ്ടാവും. എന്നാൽ ചിലപ്പം ചില സിറ്റുവേഷൻസിൽ എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല ഉണ്ടാവുക. ഓരോ വാല്യൂസിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതായത് ആ ഇമ്പോർട്ടൻസ് നമ്മൾ വെയ്റ്റ്സ് എന്ന് പറയും. അങ്ങനെ വെയ്റ്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എർത്തമാറ്റിക് മീനാണ് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സിന് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുമ്പോൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സാണ് ചേരുന്നതെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മാർക്കിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക, അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. പിന്നെ ചിലപ്പോൾ സോഷ്യൽ സയൻസിൻ്റെയോ ലാംഗ്വേജുകളുടെയോ മാർക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം വരില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലെല്ലാം ഓരോരുത്തർക്കും ഓരോ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എർത്തമാറ്റിക് മീനാണ് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ. അതായത് നമ്മളടുത്തിപ്പോൾ x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ n ഒബ്സർവേഷൻസ് ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ഉണ്ടാവും. w1, w2, എക്സെട്ര wn എന്ന് പറയുന്നത് അവരുടെ കറസ്പോണ്ടിങ് വെയിറ്റുകളാണെങ്കിൽ വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ x ബാർ w എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. that is equal to w1 x1 വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് w2 x2 എക്സെട്ര പ്ലസ് wn xn ഡിവൈഡഡ് ബൈ താഴെ വെയിറ്റുകളുടെ സമ്മാണ് കൊടുക്കേണ്ടത് w1 പ്ലസ് w2 പ്ലസ് എക്സെട്ര പ്ലസ് wn, or this can be written as summation I is equal to 1 to n wi xi divided by summation wi. I is equal to 1 to n. ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക. നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റയിലൊക്കെ കണ്ട അതേപോലത്തെ ഫോർമുലയാണ്. പക്ഷെ ഇവിടെ ഫ്രീക്വൻസീസ് അല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മറിച്ചിട്ട് അവരുടെ വെയിറ്റുകളെയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻസ് വാല്യൂസ് തന്നിട്ടുണ്ട്, അവരുടെ വെയ്റ്റ്സും ആണ് തന്നിരിക്കുന്നത്. വാല്യൂസ് 10, 12, 15, 18 and 20. വെയിറ്റുകൾ 5, 3, 1, 2 and 4. നമുക്ക് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ കാണാം. ഇപ്പോൾ xi ഉണ്ട്, നമുക്ക് wi ഉണ്ട്. നമുക്ക് എന്ത് വേണം, wi xi എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. wi xi നമ്മൾ നോക്കുകയാണ്. ദറ്റ് ഈസ് 10 into 5 50, 12 into 3 36, 15 into 1 15, 18 into 2 36, 20 into 4 80. wi xi ആയി wiകളുണ്ട്. നമുക്ക് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ ഇസ് സമ്മേഷൻ wi xi ഡിവൈഡ് ബൈ സമ്മേഷൻ w അല്ലേ. സമ്മേഷൻ ഇപ്പോൾ wi ചെയ്യുമ്പോൾ ഈ wiകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 എന്ന് പറഞ്ഞ ആൻസറാണ്. പിന്നെ നമുക്ക് ഈ wi xi എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സമ്മാണ് വേണ്ടത്. സമ്മേഷൻ wi xi is equal to ഇവരെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 217 എന്ന് പറഞ്ഞ ആൻസറാണ്. Therefore, the weighted arithmetic mean summation wi xi divided by summation wi, that is equal to 217 divided by 50, which is equal to 14.47. ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The marks of a student in a written examination and in oral exams in 3 subjects A, B, C are given below. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ സബ്ജക്റ്റുകളുണ്ട്, 3 സബ്ജക്റ്റുകൾ A, B, C എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അതിൽ റിട്ടേൺ എക്സാമിൻ്റെ മാർക്സ് 43, 32 and 27. ഓറൽ എക്സാമിൻ്റെ മാർക്ക് 15, 12 and 80. The written exam marks are out of 75 and the oral exam marks are out of 25. Find the weighted mean of marks in written test. Written ടെസ്റ്റിലുള്ള മാർക്കുകളുടെ weighted mean ആണ് നമുക്ക് കാണേണ്ടത്.
ടേക്കിംഗ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇൻ ഓറൽ എക്സാം ആസ് വെയ്റ്റ്സ്. അതായത് ഇതാണ് നമ്മൾ എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. റിട്ടേൺ എക്സാമിൻ്റെ മാർക്കാണ്. നമ്മൾ അവരുടെ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കാണണം. അതിന് നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? ഓറൽ എക്സാം മാർക്കുകളുടെ പെർസെൻറ്റേജുകളാണ്. ഓറൽ എക്സാം മാർക്ക് ഡയറക്റ്റ് ആയിട്ടല്ല എടുക്കുന്നത്, ഇവരുടെ പെർസെൻറ്റേജുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സബ്ജക്റ്റുകൾ, റിട്ടേൺ എക്സാമിൻ്റെ മാർക്കുകൾ, അതാണ് നമ്മളെ എക്സൈകൾ. ഓറൽ എക്സാമിൻ്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇൻ ഓറൽ എക്സാമിനേഷൻ, അതാണ് നമ്മളെ WI. എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കണ്ടുപിടിക്കുക? അതായത് ഓറൽ എക്സാമിൻ്റെ മാർക്ക് ടോട്ടൽ എത്രയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 25ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? മാർക്ക് ബൈ ടോട്ടൽ ഇൻറ്റു 100 അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 15/25 ഇൻറ്റു 100 ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 60% ആണ് ആദ്യം. അതേമാതിരി അടുത്തതിൽ 12 മാർക്സ് ആണുള്ളത് ഔട്ട് ഓഫ് 25. അപ്പോൾ 12/25 ഇൻറ്റു 100 ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 48. ഇതൊക്കെയാണ് നമ്മളെ വെയ്റ്റുകൾ അല്ലേ. അടുത്തത് 18 മാർക്സ് ആണ് ഔട്ട് ഓഫ് 25. അപ്പോൾ പെർസെൻറ്റേജസ് 18/25 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 72. അപ്പോൾ നമുക്ക് വെയ്റ്റുകൾ റെഡിയാണല്ലോ, എക്സൈകൾ റെഡിയാണ്. ദറ്റ് ഈസ് മാർക്സ് ഇൻ റിട്ടേൺ എക്സാമിനേഷൻ 43, 32, 29. അവരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇൻ ഓറൽ എക്സാമിനേഷൻസും കൂടി കിട്ടിയിട്ടുണ്ട് വെയ്റ്റുകളായിട്ട് 60, 48 ആൻഡ് 32. അപ്പോൾ നമുക്കിനി വേണ്ടത് WI XI ആണ്. കാരണം നമുക്ക് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ WI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ WI ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ WI XI എന്ന് പറയുമ്പോൾ 43 ഇൻറ്റു 16 2580. അടുത്തത് 32 ഇൻറ്റു 48 വിച്ച് ഈസ് 1536. 29 ഇൻറ്റു 72 വിച്ച് ഈസ് 2088. അപ്പോൾ അത് കിട്ടി. നമുക്ക് സമ്മേഷൻ WI നോക്കാം. ഇവരെല്ലാം ആഡ് ചെയ്യുമ്പോൾ, ഈ മാർക്കുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ആണ്. പെർസെൻറ്റേജ് 180 ആണ് സമ്മേഷൻ WI കിട്ടുന്നത്. ആൻഡ് സമ്മേഷൻ WI XI ഇവരെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6204 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ WI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ WI വിച്ച് ഈസ് 6204 divided by 180 and the answer is 34.46. ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, ദ വെയ്റ്റ്സ് ബീയിങ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ ആദ്യം കാണണം ആൻഡ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനും കാണണം. ആരുടെയാണ്? ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ n വരെയുള്ള ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ നമുക്ക് കാണണം. അപ്പോൾ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റുകളൊന്നും കൊടുക്കണ്ട, സാധാരണ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ എന്തായിരുന്നു സിമ്പിൾ അരിത്തമാറ്റിക് മീൻ? സിമ്പിൾ അരിത്തമാറ്റിക് മീൻ ഇതുവരെ നമ്മൾ സാധാരണ കണ്ട അരിത്തമാറ്റിക് മീൻ x bar is equal to സമ്മേഷൻ I is equal to 1 to n XI ഡിവൈഡഡ് ബൈ n. അതായത് നമ്മൾ ഒബ്സർവേഷനുകളെല്ലാം ആഡ് ചെയ്യുക, n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ n. ഇവിടെ ന്യൂമറേറ്റർ നോക്കൂ, ഇതെന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ദിസ് ഈസ് the sum of first 10 natural numbers. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ ഈ n അല്ലേ, ഓർ ഇറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n. ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്യും. അപ്പോൾ അരിത്തമാറ്റിക് മീൻ നമുക്ക് എന്താ കിട്ടുന്നത്? n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ കാണുക. അപ്പോൾ ഇവിടെ വെയ്റ്റുകളൊന്നും കൊടുക്കേണ്ടത് അല്ലേ. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ആണ് അല്ലേ. വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കാണുമ്പോൾ വെയ്റ്റുകളായിട്ട് ആരെയാണ് കൊടുക്കേണ്ടത്? വെയ്റ്റ്സ് ബീയിങ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ്, ആ നമ്പറുകൾ തന്നെയാണ് വെയ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1ന്റെ വെയ്റ്റ് 1, 2ന്റെ വെയ്റ്റ് 2, 3യുടെ വെയ്റ്റ് 3 ആൻഡ് n-ന്റെ വെയ്റ്റ് അങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ
എന്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്? വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നമ്മൾ ഒബ്സർവേഷൻസ് എക്സൈകൾ എഴുതാം. എക്സൈകൾ എന്താണ്? 1 2 3 അല്ലേ, എക്സെട്ര അപ് ടു n. ആൻഡ് വെയ്റ്റുകൾ എഴുതാം. വെയ്റ്റുകളും അതേ നമ്പേഴ്സ് തന്നെയാണ് അവരുടെ വെയ്റ്റ്, 1 2 3 എക്സെട്ര അപ് ടു n. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. നമുക്ക് വെയ്റ്റഡ് എർത്തമാറ്റിക് മീനിനുള്ള ഫോർമുല അറിയാലോ. വാട്ട് ഇസ് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ? വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ x bar w is equal to summation I is equal to 1 to n wi xi divided by summation I is equal to 1 to n wi. അല്ലേ, അപ്പോൾ നമുക്ക് wi xi എന്ന് പറഞ്ഞിട്ടുള്ള കോളം എഴുതാം. സമ്മേഷൻ wi xi പറഞ്ഞാൽ xi ഇൻറ്റു xi അല്ലേ. അപ്പോൾ 1 ഇറ്റ് ഇസ് 1 സ്ക്വയർ, ഇവിടെ എന്ത് വരും? 2 സ്ക്വയർ വരും, ഇവിടെ 3 സ്ക്വയർ വരും, എക്സെട്ര n സ്ക്വയർ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. അപ്പം വാട്ട് ഇസ് സമ്മേഷൻ wi xi ഡിവൈഡ് ബൈ സമ്മേഷൻ wi? എന്താണ് സമ്മേഷൻ wi? സമ്മേഷൻ wi എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പേഴ്സിനെ എല്ലാം ആഡ് ചെയ്യണം. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇതെന്തായിരുന്നു? ദിസ് ഈസ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററാണ് എഴുതിയത്. ഇനി നമുക്ക് ഡിനോമിനേറ്ററാണ് എഴുതിയത്. ന്യൂമറേറ്ററിലേക്ക് പോവാം. സമ്മേഷൻ wi xi എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തന്നെ എഴുതിയത്. ഇത് എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനുള്ള ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് സമ്മേഷൻ wi xi കിട്ടിയിട്ടുണ്ട്, സമ്മേഷൻ wiയും കിട്ടിയിട്ടുണ്ട്. Therefore, weighted arithmetic mean is equal to summation wi xi, that is n into n plus 1 into 2n plus 1 divided by 6 divided by summation wi, that is n into n plus 1 divided by 2. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഞാൻ എടുക്കുന്നത് 2 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ നോക്കൂ, ഈ n ഇൻറ്റു n പ്ലസ് 1ഉം n ഇൻറ്റു n പ്ലസ് 1ഉം ക്യാൻസൽ ആയിപ്പോയി അല്ലേ. ഇവിടെ 2 ഉണ്ട് 6 ഉണ്ട്, അപ്പോൾ ക്യാൻസൽ ഇവിടെ 3 എന്ന് കിട്ടി. ആൻഡ് ദ ഫൈനൽ ആൻസർ ഇസ്, ബാക്കി എന്താ ഉള്ളത്? 2n പ്ലസ് 1 divided by 3. ഇതാണ് വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ.